എനിക്കൊരു കഥയുണ്ട്. ഈ ഉള്ളടക്കം എന്ന പടത്തിലേക്ക് എന്നെ ഒരു റോളിന് വിളിച്ചിരുന്നു. അപ്പം ഞാൻ പെരുന്തച്ഛൻ പോയി ചെയ്തു, തലയെല്ലാം മുട്ടയടിച്ചു, ചെറിയ കുറ്റിരോമം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് തളപതിയിൽ എന്നെ മണിരത്നം സാറിൻ്റെ തളപതിയിലേക്ക് വിളിക്കുന്നത്. ആ സമയത്താണ് ഇവർ ഈ ഉള്ളടക്കത്തിലെ അമലയുടെ കാമുകൻ്റെ റോള് ജാസ് വായിക്കുന്ന ഒരാളായിട്ടാണ്, ഫ്ലാഷ് ബാക്കിൽ വരുന്ന ക്യാരക്ടറാണ്. അപ്പം അങ്ങനെ എന്നെ ഇവർ കമലിൻ്റെ സെറ്റിൽ നിന്ന് എന്നെ വിളിക്കുന്നു. ഞാനപ്പം ഇവിടെ തളപതിയിൽ മദ്രാസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. എനിക്കാണ് മുടിയൊക്കെ വളരെ കുറവാണ്, ചെറിയ ചെറിയ കുറ്റി മുടിയേ ഉള്ളൂ. ഇവരിതൊന്നും അറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. ഈ ജാസ് വായിക്കുന്ന ആൾക്ക് മിനിമം ഈ സാബുച്ചേട്ടൻ പോലത്തെ മുടിയൊക്കെ വേണം. അപ്പം ആ ഒരു എനിക്ക് അന്ന് അത്ര മുടി ഉണ്ടായിരുന്നു. ആ ഒരു ഉദ്ദേശത്തിലായിരിക്കും എന്നെ കാസ്റ്റ് ചെയ്യാൻ വിളിച്ചത്. ഞാൻ അവിടുന്ന് പെട്ടെന്നുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് മണിരത്നത്തിനോടൊക്കെ പറഞ്ഞ് അമലയുടെ നായകനായിട്ടാണെന്നൊക്കെ പറഞ്ഞ് 2 ദിവസത്തെ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ മേടിച്ച് ട്രിവാൻഡ്രത്ത് ഇവിടെ അമൃത ഹോട്ടലിൽ വന്നു. അമൃത ഹോട്ടലിൽ വന്നപ്പോൾ ഇവരെന്നെ കണ്ടതോടെ തകർന്നു പോയി. ഞാനാണെങ്കിൽ ഒരുമാതിരി മുട്ടയടിച്ച പോലെ ഇരിക്കുന്ന രൂപവും, കമലിക്കായ്ക്ക് എൻ്റെ അടുത്ത് പറയാൻ ബുദ്ധിമുട്ട്. അവസാനം ലാൽ ജോസ്, അസോസിയേറ്റ് ഡയറക്ടർ ലാൽ ജോസ് ആണ്. ഇത് 1990 കേട്ടോ ഈ സംഭവം. അങ്ങനെ ലാൽ ജോസ് എന്നെ അമൃതയുടെ ബാറിൽ പോയിരുന്ന ഒരു ബിയറൊക്കെ മേടിച്ചു വന്നിട്ട്, മനോജ് വേറൊന്നുമല്ല, ഒരു ഗ്ലാസ് അടിക്കേ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കൊണ്ട് അടുപ്പിച്ചിട്ട് പറഞ്ഞു, ഇതിനകത്തൊരു പ്രശ്നം വന്നു, നിങ്ങൾ തലയിൽ ഈ മുടിയില്ലാത്തൊരു വിഷയം നമുക്കറിയില്ലായിരുന്നു. ഇതിനകത്ത് ക്യാരക്ടർ ജാസ് വായിക്കുന്ന ആളാണ് ഉള്ളടക്കത്തിൽ, അമലയുടെ കാമുകനുമാണ്, ഭയങ്കര സ്റ്റൈലിഷായിട്ട് ഭയങ്കര ഇങ്ങനെയുള്ള ഇത് വായിക്കുമ്പോൾ മുടിയൊക്കെ ഇങ്ങനെ പറക്കണം, അതാണ് കമലിക്കയുടെ മനസ്സിലുള്ള ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് മനോജ് ഇത് ചെയ്യാൻ പറ്റുമെന്ന് തോന്നില്ല കേട്ടോ, നിങ്ങൾ തിരിച്ചു പോകേണ്ടി വരും. എനിക്കിതുപോലൊരു സങ്കടം. ഞാൻ മദ്രാസിൽ നിന്ന് അതിന് വേണ്ടി അവിടെ നിന്നാണ് വലിയ ജാടയ്ക്ക് പറഞ്ഞു വന്നിരിക്കുക, അമലയുടെ നായകനാണ്. അപ്പം മണിരത്നം സാറൊക്കെ എന്നെ അപ്രീഷിയേറ്റ് ചെയ്തു. അമലയുടെ നായകനായിട്ട് കൊള്ളോ കൺഗ്രാസ് എന്നൊക്കെ പറഞ്ഞ് അവരൊക്കെ എന്നെ സന്തോഷിവനുണ്ട് അവിടെ. അങ്ങനെ വന്ന് ഞാൻ ഈ വാർത്ത കേട്ടുകൂടെ തകർന്നു. ഞാൻ കമലിക്കയുടെ റൂമിൽ ചെന്ന് പുള്ളിയെ നേരിട്ട് കണ്ടു. പുള്ളിക്ക് ഒന്നും പറയാൻ വയ്യ എന്നോട്. ഞാൻ നിന്നങ്ങ് കരഞ്ഞു. ഒരുപാട് കണ്ണിൽ കൂടെ ഒരുപാട് വെള്ളം വന്നു. ഞാൻ ഇപ്പോഴും അത് മറക്കില്ല, കാരണം അതുപോലെ ഞാൻ മാനസികമായിട്ട് തകർന്നു. എന്നിട്ട് ഞാൻ അവിടെ തിരിച്ചു പോകുമായിരുന്നു. പക്ഷെ നെക്സ്റ്റ് ഇയർ തന്നെ സർഗമൊക്കെ റിലീസായ ശേഷം കമലിക്കയുടെ ഗസൽ എന്ന് പറഞ്ഞ പടത്തിലേക്ക് എനിക്ക് വലിയ റോളിലേക്ക് എന്നെ വിളിച്ചു. അപ്പം അങ്ങനെ ആ ഒരു കടം വീട്ടിൽ നിന്നുള്ളതാണ് കമലിക്ക. കാരണം ഇതിന് സർഗം വന്നല്ലോ. സർഗം വന്നപ്പോൾ പിന്നെ നമ്മൾ നാച്ചുറലി ആ സമയത്ത് ഏറ്റവും ബിസിയസ്റ്റ് ആയിട്ടുള്ളൊരു സ്റ്റാറായിട്ട് മാറി. തമ്പുരാൻ വന്നില്ലേ, ഇനിയിപ്പോൾ എന്ത് വേണം? അപ്പൊ അങ്ങനെയുള്ള അപ്പൊ ഈ ഉള്ളടക്കവും അന്തിവയിലും ഒക്കെ കേൾക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് എൻ്റെ ആ ഒരു കഥയാണ് ഓർമ്മ വരുന്നത്.